നമ്മുടെ രാജ്യം ഇന്ന് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദുത്വ ഫാസിസവും അതിന്റെ ഭാഗമായി നടക്കുന്ന വയലൻസും ഒക്കെ. ഇതിന്റെ കാരണം എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ടാവും. പക്ഷേ ഒരു ടിപ്പിക്കലായ ഒരു മുസ്ലിം വിദ്വേഷം മാത്രം തലയിൽ കയറ്റിയ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ വരുന്ന കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അതാണ് നമ്മൾ ഇന്ന് ഫാക്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആ, ഉത്തരം കേട്ടിട്ട് കേട്ടിട്ട് നമുക്ക് react ചെയ്യാം. നോക്കാം. ഹിന്ദുയിസം ചെയ്തത് അവരെ ഈ ഇസ്ലാമിനെ ഏപ്പ് ചെയ്താണ്. ഇസ്ലാം എന്ത് ചെയ്യുന്നു അതേപോലെ ചെയ്ത് ഇസ്ലാം ഉള്ളത് കൊണ്ട് ഹിന്ദുയിസം എന്ന് പറയുന്ന മതം ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു മതത്തിന്റെ സ്ഥാപകൻ അങ്ങനെയാണ് മുഹമ്മദ് ആകുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ അല്ലെന്നുണ്ടെങ്കിൽ RSS BJP ഇവരെന്താ ചെയ്യുന്നത്? ബേസിക്കലി എങ്ങനെയാണോ ഇസ്ലാം ഒരു മതമായിട്ട് നിലനിൽക്കുന്നത്, അസഹിഷ്ണുത, വയലൻസ്, പ്രകടശേഷി, സെൻസിറ്റിവിറ്റി, അതിന് വേറെ കുറെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ അവർ നടത്തുന്ന എന്താ പറയുന്നത് വിദ്വേഷപ്രദനമായാലും അക്രമമായാലും അതിനെതിരെ ഒരു കൂട്ടം ജനത, അങ്ങനെയാണ് ഇതുണ്ടാക്കി കൃത്രിമമായിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതാണ് ഈ ഹിന്ദു മതം എന്നൊക്കെ പറയുന്ന സാധനം. അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മതം ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ ഗ്രീസില് പേഗൻ മതം ഉണ്ടായിരുന്നു, ആ മതം എവിടെ പോയി? അവിടെ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയാണ് കൂടുതലും. അവിടെ മതങ്ങളുണ്ടായിരുന്നു, അപ്പോളോ ഉണ്ടായിരുന്നു, സ്യൂസ് ഉണ്ടായിരുന്നു, അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. നോർവേയിലുണ്ടായിരുന്നു. അവിടെയെല്ലാം ഈ പേഗൻ റിലീജിയൻ അങ്ങനെ സസ്റ്റൈൻഡ് ഓർഗാനിക് റിലീജിയൻ അല്ലാത്തതുകൊണ്ട് നിലനിൽക്കില്ല. ഹിന്ദുയിസത്തിലും ഒരുപാട് പേഗൻ എലമെന്റ്സ് ഉണ്ട്. ഹിന്ദുയിസം ഒരു മതമായതിന്റെ പ്രധാന കാരണം, ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിന്റെ കാരണം ഇസ്ലാമാണ്. ഇസ്ലാം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമാണ്. ഹെൻസ് പ്രൂവ്ഡ്. ഹിന്ദുത്വ ചെയ്യുന്ന എല്ലാ ഗുണമായാലും ദോഷം എല്ലാത്തിന്റെ അടിസ്ഥാനം ഇസ്ലാം. സാറ് പൊളിയാണ്. ജമ്മാണ്. കാരണം ഇത്ര മനോഹരമായി ഇതിനെ അവതരിപ്പിക്കാൻ വേറെ ആർക്കെങ്കിലും കേരളത്തിൽ കഴിയുന്നുള്ളത്. അതായത് ഇത്രയും വളരെ ഡീപ് റൂട്ടഡ് ആയ ഒരുപാട് കാരണങ്ങളുള്ള ഒരു വലിയൊരു വിഷയത്തെ 2 മിനിറ്റ് വളരെ കൊണ്ട് സിമ്പിൾ വളരെ ആയി ലളിതമായിട്ട് അവതരിപ്പിക്കും. എല്ലാം മുഹമ്മദ് നബി കാരനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്, ഇസ്ലാം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വം ഉണ്ടായത്. എന്താ വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇസ്ലാം മതത്തിനെ പറ്റിയുള്ള വിദ്വേഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആള് ഈ വിഷയത്തിൽ നോക്കിക്കാണുമ്പോൾ എന്നുള്ളത് എനിക്ക് അവിടെ നിർത്തുന്നു തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ഹെഡ്ഗേവാറോ അല്ലെങ്കിൽ മോഹൻ ഭാഗവതോ നമ്മൾ പറയുന്ന വീർ സവർക്കറോ ഒന്നും പോലും എന്തുകൊണ്ട് ഹിന്ദുത്വം എന്നുള്ള ചോദ്യത്തിന് അവർ ഹിന്ദുത്വത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നതാണ്. അല്ലെങ്കിൽ ഓക്കെ ഹിന്ദുത്വം കാണണ്ട ഇപ്പൊ പറയാറുള്ളത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഫ്രിഞ്ച് എലമെന്റ്സ് എന്നാണല്ലോ, തീവ്രമായിട്ടുള്ള ഗ്രൂപ്പുകൾ എന്നാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ തീവ്ര ഗ്രൂപ്പുകൾ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ മറ്റേ സർസംഘ് ചാലകമായിട്ടുള്ള ആൾ പോലും എന്തും അറിയില്ല, ഈ ഫ്രിഞ്ച് എലമെന്റ്സ് ഒക്കെ മുഹമ്മദ് നബി കാരണമാണ്, ഇസ്ലാമാണ്. എനിക്ക് തോന്നുന്നില്ല അവർ പറയുന്നുള്ളത്. ഇതൊരു സ്പെഷ്യൽ വേർഷൻ ഓഫ് വെറുപ്പാണ്. അതാണ് നമ്മൾ രവിമൂർച്ച എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും തലയിൽ കയറി വട്ടായിട്ട് അവർക്കെതിരെ എന്തു പറയും, ഏതൊരു കാര്യത്തിനും അവരെ പ്രതിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഒരു രതിമൂർച്ച ഉണ്ടല്ലോ എവിടെയും. അതിപ്പോ ഇനി ഒരു മറ്റേ ക്ലോസറ്റിൽ ഫ്ലഷ് അടിയുന്നില്ലെങ്കിൽ പോലും അത് മുഹമ്മദ് നബിയിലേക്കും ഇസ്ലാമിലേക്കും കയറ്റിയിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ എത്രത്തോളം വെറുപ്പുണ്ടാവും ഉള്ളില്. കാരണം ഇവിടെ മുസ്ലിങ്ങളാണ് ഇവർ ദ്രോഹിക്കുന്നത്. ഇപ്പൊ ഈ ഹിന്ദുത്വയുടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ വിക്ടിംസ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയാസം ഉണ്ടാകുന്നതും ബുദ്ധിമുട്ടുണ്ടാകുന്നതും മുസ്ലിങ്ങൾക്കാണ്. അവിടെ പോലും അതുപോലെ മുസ്ലിങ്ങളെ കൊന്ന ചെങ്കിസ് ഖാനെ പോലും മുസ്ലിമായിട്ട് അവതരിപ്പിച്ചു. നേരത്തെ പറഞ്ഞു ഇപ്പൊ ക്ലോസറ്റിൽ ഫ്ലഷ് അടിഞ്ഞില്ലെങ്കിൽ മുസ്ലിമാ. ഇത് വെറുതെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഒരാള് പിന്നെ ഈ ഒരു വണ്ടിയുടെ പിറകിൽ ഒരു നായെ കെട്ടി വലിക്കുന്നു. അപ്പൊ ആ നായെ കെട്ടി വലിക്കുമ്പോ അവിടെ എന്തൊക്കെ കാരണങ്ങളുണ്ടാവും. ആ ആൾ ആരാണ്, അയാളുടെ ചിന്താഗതി എന്താണ്, അയാൾ എന്തുകൊണ്ടാണ് അയാൾ അതിലേക്ക് നയിക്കപ്പെട്ടത്, ഇതൊന്നും ചിന്തിക്കാതെ ഹീസ് എ മുസ്ലിം, സോ ഇസ്ലാം ഇസ് ദ മുസ്ലിം എന്നല്ല, അറബി പേരാണ്. അത്ര അത് നമ്മൾ അന്വേഷിക്കുമ്പോ അയാള് ഇയാളുടെ അനുയായിട്ടുള്ള ഒരാളാണ് വരിക. വെച്ചാൽ ഇസ്ലാം പോലും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഒരു അറബി പേരാണ്, സോ ഇസ്ലാം ഇസ് ദ റീസൺ എന്ന് പറയുന്ന അത്യന്തം വെറുപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന, വെറുപ്പ് കൊണ്ട് മാത്രം തൻ്റെ സിദ്ധാന്തങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ, ഇത് എത്രത്തോളം പരിഹാസ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഹിന്ദു മതം എന്ന് പറയുന്നൊരു മതം ശരിയാണ്. നമ്മളിപ്പോൾ ചരിത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതം ആസ് ഇറ്റ് സെൽഫ് ഒരു റിലീജിയൻ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് ഈ സമീപകാലത്താണ് ഉണ്ടാകുന്നത്. ഒരുപാട് ആചാരങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ജാതികളുടെ ഒരു അതിനൊക്കെ കൂടിയിട്ട് ഒരു അംബ്രല ടേം ആക്കിയതാണ് ഈ പറഞ്ഞ. ഇപ്പോഴും ശരിക്കും അതിനെ അത്തരത്തിൽ ഒരു കോംപ്ലക്സ് ഡിബേറ്റ് ആണ് ശരിക്കും. അത് ഹിന്ദുയിസം റിലീജിയൻസ് കൾച്ചർ എന്ന് ഇപ്പോഴും പറയുന്ന ആളുകൾ
നമുക്ക് കാണാം. അതിപ്പോ അത് തീർച്ചയായും പിന്നീട് ഉണ്ടായി വന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിന് കാരണമായത് എന്ത് എന്നുള്ളതടക്കം വലിയ ഡിബേറ്റാണ്. അപ്പൊ അതിൽ നമ്മൾ ചരിത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഈ പറയുന്ന പോലെ മുഹമ്മദ് നബി ഉള്ളത് കൊണ്ട് ഹിന്ദുമതം ഉണ്ടായി എന്നല്ല നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇസ്ലാം വന്നതുകൊണ്ട് ഹിന്ദുമതം ഉണ്ടായി എന്ന്. അതിൽ പല റീസണുകളിൽ ഒന്ന് ഇസ്ലാം അങ്ങനെ ആയിരുന്നെങ്കിൽ മുഹമ്മദ് നബി വന്നത് എന്നാണ്, ഉം. 7-ാം നൂറ്റാണ്ടിലാണ്. ഉം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ പറയപ്പെടുന്ന രീതിയിൽ ഹിന്ദുയിസം അതായത് ഇന്ത്യയിൽ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് ദേവന്മാരുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങൾ, കൾച്ചറുകൾ. അഥവാ ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്തേക്ക് പോയാൽ ഇവിടെ എങ്ങനത്തെ ആചാരം ചെയ്യണമെന്ന് പോലും മറ്റൊരാൾക്ക് അറിയാൻ പറ്റാത്ത വിധമുള്ള ആചാര വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലുണ്ട്. ഇന്ത്യയിലേക്ക് തന്നെ ഇസ്ലാം വളരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. യെസ്. അപ്പൊ ഇത്രയും വൈവിധ്യമാർന്ന ഈ ഒരു ഇന്ത്യ രൂപത്തിൽ ഈ ഒരു ചേഞ്ച് വരുന്നപ്പോഴാണ്, വളരെ റീസെന്റ് ആണ്. അഥവാ 17, 18, 19, 20 നൂറ്റാണ്ടുകളിലാണ് ഈ ഒരു മാറ്റം വരുന്നത്. ഹിന്ദു ഐക്യം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ഒറ്റ വാക്കിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള ജാതികൾ, പല ജാതി എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ജാതി മറ്റൊരു നാട്ടിൽ അറിയാൻ പറ്റാത്ത വിധമുള്ള ജാതി വ്യവസ്ഥ, ഇത്തരം ജാതി വ്യവസ്ഥകളൊക്കെ ഒരു കൂട്ടമായി മാറുക ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിലാണ്. ഇതിന് റീസൺ മുഹമ്മദ് നബി ആയിരുന്നുവെങ്കിൽ ഇത് 7-ാം നൂറ്റാണ്ടിൽ മാറണമായിരുന്നു. 7-ൽ മാറിയിട്ടില്ല, 8-ലും 9-ലും 10-ലും 11-ലും 12-ലും അവിടെ നിന്ന് മാറിയിട്ടില്ല. ആ സമയം മുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം ആ സമയം മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇസ്ലാം വന്നു, മുഹമ്മദ് നബി അവിടെ വന്നു, എന്നിട്ടൊന്നും മാറിയിട്ടില്ലെങ്കിൽ അർത്ഥം ഇതിന് വേറെ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തീർച്ചയായും നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടൊരു ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു സംഭവം ഒരു പിന്നെ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ അതിൽ സവർണ താല്പര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ നായർ മതം അല്ലെങ്കിൽ പിന്നെ ഒരു സവർണ മതം അതിനോട് ഒരു നിലക്കും യോജിക്കാത്ത പിന്നെ നമ്മൾ താഴ്ന്ന ജാതിക്കാർ എന്ന് ഇവർ പറയുന്ന ഒരു ദളിതന്മാർ, അവരും ഇവരും എങ്ങനെ ഒരു മതത്തിലേക്ക് വരുന്നു ചോദിച്ചാൽ അത് നിയന്ത്രിക്കാനടക്കമുള്ള ഒരു താല്പര്യം അവിടെ ഉണ്ട്. സവർണ താല്പര്യം ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ കൊളോണിയൽ താല്പര്യങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊളോണിയൽ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പോളിസി അതിന്റെ കാരണമായിട്ടുണ്ട്. ഡിവിഷൻ ഏറ്റവും നല്ലത് ഒരു 100 ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യാൻ പ്രയാസമാണ്. ഒരു 3 ഗ്രൂപ്പ് ആക്കാന്നുള്ളതാണ്. 3 ഗ്രൂപ്പ് ആക്കുമ്പോൾ ഓക്കെ, ഹിന്ദുയിസം മാറുന്നു, അല്ല മുസ്ലിംസ് മാറുന്നു, ക്രിസ്ത്യൻസ് മാറുന്നു, ഒരു ഗ്രൂപ്പായി. ഇതിനെ ഗ്രൂപ്പ് ആക്കണല്ലോ. ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, ഇതിനെ ഒറ്റനാക്കി എന്നുള്ള സാധനം ആ ഒരു എലമെന്റ് അതിലുണ്ട്. അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രൈസ്തവ മിഷനറിമാർ, ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നത് ഒരു ക്രൈസ്തവ മതത്തിന്റെ പ്രചാരണത്തിന് കൂടിയാണ്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലൊക്കെ നമുക്ക് ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലടക്കം അത് വളരെ വ്യവസ്ഥാപിതമായി സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു കാര്യം കാണാൻ സാധിക്കും. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നു, മിഷണറിമാർ വന്നു, മിഷണറി കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈവൻ ഹിന്ദു മതത്തിന്റെ മുൻകാല പണ്ഡിതന്മാരെയും അവരുടെ പരിഷ്കർത്താക്കളും അല്ലെങ്കിൽ അവരുടെ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്നവരുടെയൊക്കെ ഒരു മെയിൻ കൺസേൺ ഈ ക്രൈസ്തവതയിലേക്കുള്ള ഒരു കൺവേർഷൻ ആയിരുന്നു. അപ്പോൾ ആ കൺവേർഷനെ തടയാൻ സ്വാഭാവികമായിട്ടൊരു കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ ഒരു ഫാക്ടറായിട്ട് അവിടെ വരുന്നുണ്ട്. അതെന്താണ്? ഇസ്ലാം ഇവിടേക്ക് വരുന്നു. ആ വന്നതിന് ശേഷം ഇവിടെയുള്ള പ്രത്യേകിച്ചും താഴ്ന്ന ജാതിക്കാരെന്ന് ഇവർ വിളിക്കുന്ന ദളിതന്മാരായ ആളുകൾ അവർ കാണുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അതെന്താണ്? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അയാളൊരു സാഹോദര്യത്തിലേക്ക് എത്തുകയാണ്. അവിടെ പിന്നെ അയാളൊരു താഴ്ന്ന ആളല്ല, അയാൾ പിന്നെ എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു മനുഷ്യനായി, പിന്നെ ഒരു പുതിയ മുസ്ലിം ആണെന്നുള്ളത് കൊണ്ട് നീ ഏത് ജാതിക്കാരനാണ് എന്ന് ചോദിക്കാത്ത രൂപത്തിൽ അവിടെ ഒരു സാഹോദര്യം കാണുകയാണ്. ആ ഇസ്ലാമിന്റെ സാഹോദര്യവും സ്നേഹവും കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം പിന്നെ ഒരു ഭാഗത്ത് മിഷണറി കൺവേർഷൻ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് അതുകൊണ്ടാണല്ലോ ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹോദരൻ അയ്യപ്പനാണ് എന്നാണ് എൻ്റെ ഓർമ്മ, പിന്നെ അവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറഞ്ഞത്. അപ്പൊ അവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയാൻ കാരണം എന്താണ്? അവർണരായ വർണ്ണ വ്യവസ്ഥ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അത് നിങ്ങൾ ഹിന്ദുവായി തുടരുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്താണ്, അവർണരാണ് എന്ന് വെച്ചാൽ നിങ്ങൾ താഴ്ന്ന അവസ്ഥയിലാണ്, അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടി വരുന്നത്. ആ ജാതി വിവേചനങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നു. അവിടുന്ന് നിങ്ങൾക്ക് മോചനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ആളുകൾ ചിന്തിക്കുന്ന ആ രൂപത്തിൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള പല കാരണങ്ങൾ അതിൽ തീർച്ചയായും ഒരു ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു റീസൺ അവിടെ ഉണ്ട്. മിഷണറി കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സവർണ താല്പര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ചരിത്രപരമായി നോക്കണം, നമ്മളിപ്പം വളരെ ചുരുങ്ങിയ ഒരു രൂപത്തിലാണ് ഇത് പറയുന്നത്. ആക്ച്വലി ഇതൊരു അക്കാദമിക് ടോപ്പിക്കാണ്. അതിപ്പോ അവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു 3-2 നൂറ്റാണ്ട് എടുത്തുകൊണ്ടുള്ളൊരു മാറ്റാണ്. അപ്പൊ ആ നൂറ്റാണ്ട് ഒരുപാട് കാര്യം നടന്നിട്ടുണ്ടാവും. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു മാറ്റത്തിന്റെ ബാക്കിൽ വർക്ക് ചെയ്തത്
എന്നൊരു പഠന വിഷയമാണ്. അതെ 1.50 മിനിറ്റിൽ ഇത് അതെ ഓക്കെ ഇസ്ലാമാണ്, മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സാധനമല്ല. ഓക്കെ ഇത് നിങ്ങൾ ചേഞ്ച് കടന്നു, അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ ഒരു കൺസോൾട്ടേറ്റ് ഒരു മതമായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു റിലീജിയൻ രൂപത്തിലേക്ക് എത്തി. എന്താണ് റീസൺ? ഈ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്? ആ ചരിത്രം വായിച്ച് ഓരോന്നിന്റെ ഇമ്പാക്റ്റിനെ പറ്റി പഠിച്ച് അതിന്റെ ആഴം മനസ്സിലാക്കി ഒരു ഒരു ധാരണയോ ബോധ്യമോ കൺക്ലൂഷനോ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് മൂപ്പര മനസ്സിലെ ഹെയ്റ്റ് മാത്രം വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ നേരെ ഈ സാധനങ്ങൾ തിരിച്ചു വെക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ ഇയാൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വയലൻസ്, എല്ലാ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളുടെയും കാരണം എന്താണ്? അത് ഇസ്ലാമിനെ ഇമിറ്റേറ്റ് ചെയ്താണ്. പറയുന്നത് കേട്ടാ തോന്നുക ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സമത്വ സുന്ദരമായ ഒരു വയലൻസും ഇല്ലാത്ത ലോകം. നിങ്ങൾ ചരിത്രം വായിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഉദ്ദേശം അതല്ലാന്ന് അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ സമത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, അക്കാദമി പഠിക്കണം. അത് ഉദ്ദേശമുള്ളവരോട് അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വസ്തുത കണ്ടെത്തുക എന്നുള്ളതോ ശരി മനസ്സിലാക്കുക എന്നുള്ളതോ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതോ അല്ല ഉദ്ദേശം. അത് ഉദ്ദേശമുള്ളവരോട് അത് പറയാം. പക്ഷേ ഇവരുടെ ഉദ്ദേശം വെച്ചാൽ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ രണ്ട് തെറി പറയണം എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കുന്നവരോട് അക്കാദമിക് എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളത് അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഇന്ത്യയിൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണ്? ഓരോ നാട്ടുരാജ്യങ്ങളായി ഓരോ ഗോത്രങ്ങളായിക്കൊണ്ട് അങ്ങേറ്റം സിസ്റ്റമിക് ആയിട്ട് ജാതിയുടെ പേരിലുള്ള വയലൻസ് അത്രമേൽ നടപാടിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് പറയുന്നത് ഇസ്ലാമിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഇവർ വയലന്റ് ആയത് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രവിമൂർച്ച ഇങ്ങനെ കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് ആളുകൾ ഇത് വിലയിരുത്തുമെന്നെങ്കിലും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇവരൊക്കെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന ഒരു രൂപമാണ് ഈ കാണുന്നത്. അതിപ്പോ ചരിത്രത്തിൽ പരിശോധിക്കാൻ സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ഓരോ ചരിത്രത്തിന്റെ ഓരോ മാറ്റങ്ങളുണ്ടല്ലോ, വൈശ്യരുണ്ട്, ആര്യന്മാര്, അങ്ങനെ പല 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 ഒരു വലിയൊരു മാറ്റത്തിലൂടെ ഇന്ത്യൻ കൾച്ചർ പോകുന്നുണ്ട്. ഈ ഓരോ സമയത്തും രക്തച്ചൊരിച്ചിലുകൾ ഈ ഒരു ട്രാൻസിന്റെ സമയത്തുണ്ടാകുന്ന രക്തച്ചൊരിച്ചിൽ നമുക്ക് വളരെയധികം കാണാൻ കഴിയും. അവിടെ ഒന്നും മൂപ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, വയലൻസിന് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. ആര്യൻ ഇൻവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എത്ര വയലൻസ് നമുക്ക് കാണാൻ പറ്റും. ബുദ്ധമതവും ഈ പറഞ്ഞ കേരളത്തിലെ ബുദ്ധമതത്തിന്റെ അളവ് ചരിത്രത്തിലും ഇപ്പോഴും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളമാണ് വയലൻസ് ഉള്ളത്. കാരണം ആ ഒരു മതം ഇവിടെ ഇല്ലാതെയായി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അപ്രോക്സിമേറ്റ്ലി 0% ആകുന്ന രീതിയിൽ അവർ തുടച്ചു നിൽക്കപ്പെട്ടു എങ്കിൽ തന്നെ പോയതാവുമല്ലോ. ശ്രീലങ്കയിൽ കാണാൻ സാധിക്കും, മറ്റേ മ്യാൻമാർ ആ ഭാഗത്തും കാണാൻ സാധിക്കും. ഇതിന്റെ ഇടയിൽ എവിടെ പോയി? ഇപ്പൊ ഈ വയലൻസിന്റെ ഒക്കെ ചരിത്രത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ആ ബാക്കിലൊക്കെ ബുക്ക് കിടക്കുന്നുണ്ടല്ലോ, അത് വായിക്കാനായി അത് ഗ്രീൻ സ്ക്രീൻ മാറ്റിയതാവും തോന്നുന്നുള്ളൂ ബുക്കാവുന്നു. അല്ല, എന്താണ് ഇങ്ങനെയൊക്കെ ഇത്ര ഒരു ഹെയ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഹെയ്റ്റ് കൊണ്ട് ഇത്രമേൽ അന്ധനാവുക എന്ന് പറയുന്നത്. പിന്നെ വേറെ ഈ ഹിന്ദുത്വയുടെ RSS അടക്കമുള്ള ഹിന്ദുത്വയുടെ വയലൻസിൽ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഒരു പങ്കുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ന്യൂ പൊളിറ്റിക്കൽ വിഷയങ്ങൾ, ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ നല്ലൊരു ഐഡിയാസ് ഒന്നും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവരിപ്പോൾ ചെയ്യാറുള്ള സാധനം എന്താ വെച്ചാൽ ഒരു അതറിനെ വെക്കും. ആ അതറിന് കുറെ പ്രശ്നങ്ങളുണ്ട്, അതർ ഡേഞ്ചർ ആണ്, ഈ കൂട്ടർ ഡേഞ്ചർ ആണ്, ഒരു കുറെ പ്രശ്നങ്ങളുണ്ട്, അവർ നമ്മൾ ദ്രോഹിക്കാൻ വരികയാണ്. താലിമാലിന്റെ ഒക്കെ വിഷയത്തിൽ ഭയങ്കര സംഭവ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായല്ലോ. അപ്പൊ താലിമാല മോഷ്ടിക്കാൻ വരും, ഞങ്ങളെ വീട് മോഷ്ടിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വരും, ആരാധനാലയങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ഇവർ മുന്നേ നമ്മൾ കുറെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതറിനെ വെച്ച് അതറിനെ കുറ്റം പറഞ്ഞ് ഓക്കെ ഞങ്ങൾ അതറിൽ നിന്ന് രക്ഷിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്നതാണ് ഇപ്പൊ ഹിന്ദുത്വത്തിന്റെ സ്റ്റൈൽ. ആ അതർ പക്ഷത്ത് ഇപ്പോൾ ഉള്ളത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ മൊത്തം കൊല്ലപ്പെട്ടാൽ അതറിന്റെ പക്ഷത്ത് കമ്മ്യൂണിസ്റ്റുകൾ വരും, അല്ലെങ്കിൽ ക്രൈസ്തവർ വരും. അതറിൽ ആരെങ്കിലും നിർത്തുക എന്നുള്ളത് ഫാസിസ്റ്റുകളുടെ രൂപമാണ്, ഒരു രീതിയാണ്. അപ്പൊ ആ അതറിന്റെ അവിടെ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ മുസ്ലിങ്ങൾക്കെതിരെ വയലൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലോജിക് പ്രകാരം മുസ്ലിങ്ങൾ പറയാം. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ നാശം വളർത്തിയത് ജൂതന്മാരാണ് എന്ന് പറയുന്ന പോലെ അത്ര വളരെ ലളിതാണ്. അപ്പൊ ഇത് ഇയാള് ചെയ്യുന്നത് വെച്ചാല് ഈ ഇദ്ദേഹം ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു. ഇതേ ആശയമുള്ള പല ആളുകളും കുറച്ച് മയപ്പെടുത്തിയിട്ടും ഇതിനെ പറയാറുണ്ട്. അതായത് ഇവിടെ ന്യൂനപക്ഷ വർഗീയത ഉള്ളത് കൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയത. ഇതിന്റെ വേറൊരു വേർഷനാണ് സാധനം. ഇയാൾ ഇങ്ങനെ പിന്നെന്താ പറയുക എക്സ്പ്ലിസിറ്റ്ലി രവിമൂർച്ച നേടാൻ വേണ്ടി പറയുന്നത് മാത്രം. വേറെ ചില ആൾക്കാർ പറയുന്നു ന്യൂനപക്ഷ വർഗീയത ഇല്ലായിരുന്നെങ്കിൽ ഭൂരിപക്ഷ വർഗീയത ഇല്ലായിരുന്നു. എത്ര സിംപ്ലിസ്റ്റിക് ആയിട്ടാണ് വലിയ വിഷയങ്ങളെ ചുരുക്കി കിട്ടുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ന്യൂനപക്ഷ വർഗീയത ഇല്ലെങ്കിലും ഭൂരിപക്ഷ വർഗീയത ഒരു സിദ്ധാന്തമായി ഇവിടെ ഉണ്ട്. വളരെ കൃത്യമായ ഒരു 100 വർഷത്തിന്റെ പാരമ്പര്യമുള്ള, അത്രമേൽ ലിറ്ററേച്ചറുകളുള്ള, അത്രമേൽ കൃത്യമായ ആശയ അടിസ്ഥാനങ്ങളുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയോളജിയായി ഇവിടെ ഹിന്ദുത്വയുണ്ട്. അതുണ്ടായിരിക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭാരതാംബയുടെ കണ്ണിലെ കരടുകൾ അതെന്താണ്, വൈദേശികമായ ദർശനങ്ങളാണ്. ഏതാണ് ആ വൈദേശിക ദർശനങ്ങൾ? ഏറ്റവും പ്രധാനം അത് ഇസ്ലാമാണ്, കമ്മ്യൂണിസമാണ്, ക്രിസ്ത്യാനിറ്റിയാണ്. ഈ പറഞ്ഞ വൈദേശിക, അതായത് നമ്മുടെ നാടിനൊരു ദർശനമുണ്ട്, ആ നാടിന്റെ ദർശനത്തെ ഇല്ലായ്മ ചെയ്യുന്ന വൈദേശിക ദർശനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള
കൃത്യമായ അജണ്ട, കൃത്യമായ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഈ പറഞ്ഞ ഹിന്ദുത്വം എന്ന് പറയുന്നത്. ആ ഹിന്ദുത്വ മുസ്ലിങ്ങളെ കൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയെ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ്ലർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പറയാം, ജൂതന്മാരില്ലായിരുന്നെങ്കിൽ നാസികളില്ലായിരുന്നു. എന്തൊരു സുന്ദരമായ ലളിതമായിട്ടുള്ള അതെ, വളരെ സുന്ദരമായിട്ടുള്ള ആളുകളാണ് ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്നത്. തങ്കപ്പെട്ട മനുഷ്യന്മാരാണ്. കാരണം എന്താ, ജൂതന്മാർ അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ. ഹിറ്റ്ലർ കൊലപാതകങ്ങൾ നടത്തിയത് ജൂതന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. അവരില്ലായിരുന്നെങ്കിൽ സംഭവിക്കില്ല. നിങ്ങള് നോക്കൂ, അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാവുമായിരുന്നു, അവിടെ കൊലകൾ ഉണ്ടാവുമായിരുന്നു, അതുപോലെ തന്നെ വേട്ടയാടലുകൾ ഉണ്ടാവുമായിരുന്നു, ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പ് ഉണ്ടാവുമായിരുന്നു, ഒന്നും ഉണ്ടാവുമായിരുന്നില്ല ജൂതന്മാരില്ലായിരുന്നെങ്കിൽ. ജൂതന്മാരാണ് പ്രശ്നം. അപ്പോ ഇത്ര സിംപ്ലിസ്റ്റിക് ആയിട്ടാണ് ഇയാളെ സംഘി എന്ന് വിളിക്കാൻ പാടില്ലാണ്ട് അഭിപ്രായം. സംഘി പ്രോ മാക്സ്, അതിനപ്പുറത്തുള്ള എന്തെങ്കിലും വാക്ക് ഇത് ഉപയോഗിക്കും. കാരണം ഇത്രത്തോളം മനുഷ്യരഹിതമായിട്ടോ ഇത്രത്തോളം ഹേറ്റ് വെച്ചിട്ടോ എനിക്ക് തോന്നുന്നില്ല അവര് പോലും ഇത്തരത്തിൽ ഇതില് പ്രത്യേകിച്ച് ഫാക്ട് ചെക്ക് നമ്മൾ ഓൾറെഡി അതിന്റെ ചരിത്രം വായിക്കാം, കുറച്ച് ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം വേറെ നമുക്ക് പറയാലോ. അപ്പോൾ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതൊക്കെ ആളുകൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചിന്തക്കും വിലയിരുത്തലുകൾക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.